തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുയർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. അപ്പോസ്തലനാകുന്ന പത്രോസ് എഴുതിയതാകുന്ന ഒന്നാമത്തെ ലേഖനത്തിൽ നിന്ന് പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകാൽ അതിൻ്റെ 3-ാമത്തെ അധ്യായം 13 മുതൽ ഉള്ള വേദഭാഗങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ, ഈ ആഴ്ചകളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പത്രോസ് ലേഖനം എഴുതിയ ആ കാലഘട്ടം എന്നുള്ളത് വലിയ പീഡനങ്ങളിൽ കൂടെ ആ ദൈവമക്കൾ കടന്നു പോകുന്ന, അല്ലെ, ഫിസിക്കലായിട്ടുള്ള വയലൻസും അല്ലാതെയും ജോലി സ്ഥലങ്ങളിലും എല്ലാം കർത്താവിൻ്റെ നാമനിമിത്തം കഷ്ടത അനുഭവിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് 1-ാമത്തെ നൂറ്റാണ്ടിൽ പത്രോസ് ഈ ലേഖനം എഴുതുന്നത് എന്നുള്ളത് ആ ലേഖനം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അങ്ങനെ ആ പ്രത്യേക സാഹചര്യത്തിൽ ക്രിസ്ത്യൻ സഫറിങ്ങിനെ കുറിച്ചുള്ള ഒരു പ്രത്യേകമാകുന്ന വിഷയമാണ് ഈ 3-ാം അധ്യായം 13 മുതൽ അതിൻ്റെ 4-ാം അധ്യായം മുഴുവൻ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു. പ്രധാനമായിട്ട് നീതി നിമിത്തം കഷ്ടം അനുഭവിക്കുമ്പോൾ ദൈവമക്കളുടെ റെസ്പോൺസ് എന്തായിരിക്കണം എന്നുള്ള വിഷയമാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. വാട്ട് ഈസ് അവർ റെസ്പോൺസ് ടു ക്രിസ്ത്യൻ സഫറിങ്സ്? ആ ഒരു കാര്യമാണ് പ്രധാനമായിട്ട് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനായി കഴിയുന്ന ആ ഒരു വിഷയമാണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങൾ കണ്ടു. നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. നീതി നിമിത്തം കഷ്ടം അനുഭവിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞു. അതിൽ നിങ്ങൾ ഭയപ്പെടരുത്, നേരെ മറിച്ച് ഭയപ്പെടുവാൻ യോഗ്യനാകുന്ന ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വിശുദ്ധീകരിപ്പിൻ എന്നുള്ള വിഷയം നമ്മൾ കണ്ടു. നല്ല മനസാക്ഷിയുള്ളവരായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു. അതിൻ്റെ ശേഷം 2 ഉദാഹരണങ്ങൾ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുന്നു. ഒന്ന്, യേശു കർത്താവാണ് ഏറ്റവും നല്ല മാതൃക. സഫറിങ്സിനോടുള്ള ദൈവമക്കളുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കണമെന്നുള്ളതിൽ ഏറ്റവും നല്ല മാതൃക യേശു കർത്താവാണ്. ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ക്രിസ്തുവും നമുക്ക് വേണ്ടി, അതായത് ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു എന്ന് നമ്മൾ കണ്ടു. അതിൻ്റെ ശേഷം യേശു കർത്താവിനെ മാതൃകയാക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ തന്നെ പഴയ നിയമത്തിൽ നിന്നും നോഹ എന്ന ആ ഒരു പ്രത്യേക ഫിഗർ അപ്പോസ്തലനാകുന്ന പത്രോസ് അവിടെ കൊണ്ടുവരികയാണ്. നോഹ എന്ന മനുഷ്യനും തൻ്റെ ജീവിതകാലത്ത് താനും, താഴോട്ട് നമ്മൾ വായിക്കുന്നത് അല്പജനം എന്ന് വെച്ചാൽ 8 പേർ, ഒരു വലിയ മജോറിറ്റിയിൽ ചുരുക്കം പേരെ ഉള്ളായിരുന്നു എന്നുള്ള ആ വിഷയം പറയേണ്ടതിനാണ് നോഹയെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. കാരണം മുകളിൽ യേശു കർത്താവിനെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ശേഷം ഇവിടെ നോഹയെക്കുറിച്ച് പറയുകയാണ്. നോഹ തൻ്റെ കാലഘട്ടത്തിൽ നിശ്ചയമായിട്ടും ഇന്നുള്ളതിനേക്കാളും വളരെ പ്രയാസകരമാകുന്ന അനുഭവത്തിലൂടെയാണ് നോഹ കടന്നുപോയത്. കാരണം മറ്റാർക്കും ഒരു വെളിച്ചവും ഇല്ലാതിരിക്കുന്ന ആ കാലഘട്ടത്തിൽ, പാപത്തിൻ്റെ ആ അവസ്ഥയിൽ ആ നോഹയുടെ കാലത്തുള്ളവർ ആയിരിക്കുന്ന ആ ഘട്ടത്തിൽ നിശ്ചയമായിട്ടും യഹൂദന്മാരുടെ പാരമ്പര്യമനുസരിച്ച്, അവരുടെ കൈമാറി വന്ന അവരുടെ കഥകളനുസരിച്ച് നോഹ എന്ന മനുഷ്യൻ പെട്ടകം പണിതപ്പോൾ വലിയ പരിഹാസപാത്രമായി തീർന്നതായിട്ട് അവരുടെ പാരമ്പര്യത്തിലും അവരുടെ കഥകളിലും, ഫോക്ലോർ, അതിനകത്ത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം നോഹയെക്കുറിച്ച് പറഞ്ഞു. ആ ഒരു പശ്ചാത്തലത്തിലാണ്, അതായത് കർത്താവ് ആത്മാവിൽ അതായത് ആത്മാവിൽ അവൻ ചെന്നു. പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ, ആ ഒരു കാര്യം അവിടെ പറയുക. അതിൻ്റെ ആ പശ്ചാത്തലം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അത് ആവർത്തിപ്പാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കഴിഞ്ഞ ആഴ്ചയിൽ ആ വിഷയം കണ്ടു. ആ പശ്ചാത്തലത്തിൽ ആ വേദഭാഗം നമ്മൾക്ക് അല്പമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു.
എന്താണ് അതിൻ്റെ അർത്ഥം? കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ അവസ്ഥയിൽ സംഭവിച്ച ഒരു കാര്യമായിട്ടൊന്നും പത്രോസിൻ്റെ ഓഡിയൻസ് അതിനെ മനസ്സിലാക്കുവാൻ സാധ്യത കുറവാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ചിന്തിച്ചു. പിന്നെ എന്താണ് അതിൻ്റെ അർത്ഥം? തടവിലുള്ള ആത്മാക്കൾ എന്താണ് കർത്താവ് പ്രസംഗിച്ചത്? അവിടെ വളരെ വ്യക്തമാണ്. നമ്മൾ മറ്റ് ചിന്തകളൊന്നും മനസ്സിലേക്ക് വരാതിരിക്കാമെന്നുണ്ടെങ്കിൽ ഈ പശ്ചാത്തലത്തിൽ ആ വേദഭാഗം നമ്മൾ ചിന്തിച്ചാൽ അത് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാനത് പറയുകയുണ്ടായി. അതിങ്ങനെയാണ്, ആത്മാവിൽ അവിടുന്ന് ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് അവരിപ്പം തടവിൽ, ദേ ആർ നൗ ഇൻ പ്രിസൺ. ഇപ്പം അവർ തടവില, പക്ഷേ കർത്താവ് നോഹയുടെ കാലത്ത് നോഹയിൽ കൂടെ പ്രസംഗിച്ചു. അതേ ആശയം വരുന്ന കാര്യം പത്രോസ് അതിന് മുൻപ് പറയുന്നുണ്ട്. ക്രിസ്തുവിലുള്ള അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ്, പ്രവാചകന്മാരിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് സംസാരിച്ചെന്ന് 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ അതേ ചിന്ത അതിനു മുൻപ് താൻ പറയുന്നതും ആ ലാർജർ കോണ്ടെക്സ്റ്റിൽ അത് വെക്കുമ്പോൾ, നോഹയുടെ കാലത്ത് നോഹയിൽ കൂടെ ദീർഘക്ഷമയോടെ പെട്ടകം പണിയുന്ന കാലത്ത് ദൈവം കാത്തിരുന്നു. നോഹയിൽ കൂടെ ക്രിസ്തു പ്രസംഗിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അവർ പക്ഷേ എന്ത് ചെയ്തില്ല? അനുസരിച്ചില്ല. അത് നിമിത്തം അവരിപ്പോഴെന്തായിരിക്കുന്നു? തടവിലായിരിക്കുന്നു. അപ്പോൾ അത് ലാർജർ കോണ്ടെക്സ്റ്റിൽ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നോഹയുടെ കാലത്ത് നോഹ മൈനോറിറ്റി ആയിരുന്നു, പക്ഷേ ക്രിസ്തുവാണ് നോഹയിൽ പ്രസംഗിച്ചത്. ആ ഒരു എൻകറേജ്മെൻ്റാണ് അവിടെ ദൈവത്തിൻ്റെ വചനം നൽകുന്നത്. ആ പശ്ചാത്തലം നമ്മൾ ചിന്തിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. ചില ഉദാഹരണ സഹിതം നമ്മളത് ചിന്തിക്കുകയുണ്ടായി. ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഉടനെ നോഹയുടെ കാലത്തുണ്ടായ ആ ജലപ്രളയത്തെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പറയുക. അതും അല്പം വിശദീകരണം വേണ്ട ഒരു വേദഭാഗമാണ്. മാത്രമല്ല അതിനോടുള്ള ബന്ധത്തിൽ തെറ്റായ ചിന്തകൾ, അല്ലെങ്കിൽ വേദപുസ്തകത്തിൻ്റെ പുതിയ നിയമത്തിൻ്റെ ആ മുഴുവൻ ആലോചനയ്ക്കും ചേർന്നു പോകാത്ത പല ചിന്തകൾ അതിനോടുള്ള ബന്ധത്തിലുള്ളതുകൊണ്ട് ആ വിഷയമൊന്ന് സ്പെസിഫിക്കായിട്ട് അഡ്രസ്സ് ചെയ്യണമെന്ന് എന്നോട് പല പ്രിയപ്പെട്ടവരും ആവശ്യപ്പെടുകയുണ്ടായി. അതുകൊണ്ട് ആ കാര്യം അല്പമായിട്ടൊന്ന് പറയുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അവിടെ നമ്മൾ കാണുന്നതാകുന്ന ആ വിഷയം 20-21 വാക്യങ്ങൾ നമുക്കത് വായിച്ചുകൊണ്ട് ആ ഭാഗം ഇന്ന് നമ്മുടെ സമയത്തിൻ്റെ പരിമിതിക്കുള്ളിൽ മറ്റ് പല വേദഭാഗങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാനായിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പറയാൻ ഇന്ന് നമുക്ക് നേരമില്ല. കഴിയുന്നത്രയും വിഷയങ്ങൾ നമുക്ക് ചുരുക്കമായിട്ട് അതിനോടുള്ള ബന്ധത്തിൽ ചിന്തിപ്പാനായിട്ട് കഴിയുന്നു. ഈ പശ്ചാത്തലം നമ്മൾ ആ കണ്ടിന്യൂവിറ്റി നഷ്ടപ്പെടാതെ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ കാര്യങ്ങളുടെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ തുടർന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ നോഹയുടെ കാലത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഉടനെ 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യെസ്, നോക്കുക. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ നോഹയുടെ കാലത്തുണ്ടായ ആ പ്രത്യേക സംഭവത്തെക്കുറിച്ച് പറയുക. നോഹയുടെ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നീതിപ്രസംഗിയാകുന്ന നോഹയും തൻ്റെ കുടുംബവും പെട്ടകത്തിലൂടെ മറ്റുള്ളവരെല്ലാം ആ ദൈവ ക്രോധത്തിൻ്റെ അല്ലെ പാപത്തിൻ്റെ ശിക്ഷയാകുന്ന ആ ഫ്ലഡിൽ, ആ വലിയ ജലപ്രളയത്തിൽ ബാക്കി എല്ലാവരും നശിച്ചു പോയി. അങ്ങനെ നശിച്ചപ്പോൾ നോഹ എന്ത് ചെയ്തു? ആ പെട്ടകത്തിൽ കൂടെ നോഹയും തൻ്റെ കുടുംബവും രക്ഷ പ്രാപിച്ചു. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഇംപ്ലിക്കേഷൻ ആ കോണ്ടെക്സ്റ്റിൽ ഒന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. അതിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം അത് അടർത്തി മാറ്റിയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ആ പ്രധാനപ്പെട്ട ചിന്തയെന്നുള്ളത് ഇവിടെ അപ്പോസ്തലനായ പത്രോസ് പറയുന്ന ഒരു കാര്യം, യേശു കർത്താവിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. യേശു കർത്താവിനെ പിതാവാകുന്ന ദൈവം അവിടുത്തെ തൻ്റെ കഷ്ടതയിൽ അവിടുത്തെ പ്രതികരണം, അത് നിമിത്തമുണ്ടായ ഫലത്തെക്കുറിച്ച് പറഞ്ഞു. നോഹയുടെ കാലത്ത് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് പറഞ്ഞു.
അതുപോലെ ഇന്ന് നോഹയുടെ കാലത്തെന്നതുപോലെ കർത്താവിൻ്റെ സാക്ഷ്യം ഈ പീഡനത്തിൻ്റെ നടുവിൽ വഹിപ്പാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ ദൈവമക്കളോട് പറയുന്ന കാര്യം, അല്ലെ അവരെ പ്രബോധിപ്പിക്കുന്ന കാര്യം, അവരൊരു ചെറിയ മൈനോറിറ്റി ആയിരുന്നെങ്കിൽ കൂടെയും അവരെന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. അതുപോലെ ദൈവം നിങ്ങളെയും എന്ത് ചെയ്യും? രക്ഷിക്കും എന്നുള്ളതാകുന്ന ഒരു എൻകറേജ്മെൻറ്റ് അവിടെ നൽകാനായിട്ടാണ് പത്രോസ് അപ്പോസ്തലൻ. വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മൾ ആ വാക്യങ്ങൾ, ആ കോണ്ടെക്സ്റ്റ് ചിന്തിക്കണം, അല്ലെങ്കിൽ അർത്ഥം മാറിപ്പോവും. എപ്പോഴും ഈ കോണ്ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റാണ്, പശ്ചാത്തലം വളരെ ഇമ്പോർട്ടൻ്റാണ്. നിങ്ങൾക്കൊരു പക്ഷേ ഇത്രയും നാളൊക്കെ കേട്ടത് കൊണ്ട് മനസ്സിലായി കാണും എങ്ങനെയാണ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടതെന്ന്. ദൈവവചനം അങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്. കോണ്ടെക്സ്റ്റിൻ്റെ വെളിയിൽ നമ്മൾ പോകാൻ പാടില്ല. ഒരു വാക്യത്തിനും ആ ഒറ്റ വാക്യത്തിൽ തന്നെ നിലനിൽപ്പില്ല. അത് മുകളിലും താഴെയും പറഞ്ഞേക്കുന്നതിൻ്റെ വെളിച്ചത്തിലാണ്. അപ്പോൾ ആ ഒരു പ്രബോധന വചനമാണ് ഇവിടെ അപ്പോസ്തലനാകുന്ന പത്രോസ് നൽകുന്നത്. എന്നിട്ട് താൻ പറയുക, അത് ആ ഫ്ലഡ് വാട്ടേഴ്സ്, ശ്രദ്ധിച്ച് കേൾക്കണേ, നിങ്ങൾ ആ ലിങ്ക് വിട്ടുപോയാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ആ ജലപ്രളയം, അതിലൂടെ 8 പേർ പെട്ടകത്തിൽ രക്ഷ പ്രാപിച്ചത്, അവര് വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് ഒരു മുൻകുറി എന്ന് പറഞ്ഞാൽ, അന്ന് നോഹയും കുടുംബവും ആ ജലപ്രളയത്തിലൂടെ രക്ഷ പ്രാപിച്ചത്, അത് കറസ്പോണ്ട് ചെയ്യുന്നത്, അത് സൂചിപ്പിക്കുന്നത് സ്നാനത്തെക്കുറിച്ചാണ് എന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പ്രത്യേക പശ്ചാത്തലം കൂടെ നമ്മുടെ മനസ്സിലേക്ക് വരണം. നമ്മളിവിടെ കാണുന്ന വിഷയം നമ്മൾ പല ആവർത്തി പറഞ്ഞു. 4-ാം അധ്യായം 3:13 മുതൽ 4-ന്റെ അവസാന ഭാഗം വരെ പ്രത്യേകമായി സ്പെസിഫിക്കായിട്ട് ക്രിസ്ത്യൻ സഫറിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ക്രിസ്ത്യൻ സഫറിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ആ ക്രിസ്ത്യൻ സഫറിങ്ങിൽ അതിനുള്ള കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ എബ്രായ ലേഖനമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ തടവുകാരോട് സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് നിങ്ങളുടെ സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ, അങ്ങനെയുള്ളൊരു കാലഘട്ടമാണത്. അങ്ങനെയുള്ളൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ കൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. അപ്പോൾ അവരെന്തുകൊണ്ടാണ് അവരുടെ സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചത്? കർത്താവിൻ്റെ നാമം നിമിത്തമാണ്. കർത്താവിനെ അവർ പബ്ലിക്കലി ടെസ്റ്റിഫൈ ചെയ്തത് നിമിത്തമാണ് അവരുടെ വസ്തുവകകൾ എന്ത് ചെയ്തത്? കണ്ടുകെട്ടിയത്, അല്ലെ നഷ്ടപ്പെട്ടു പോയത്, കോൺഫിസ്കേറ്റ് ചെയ്തത് അധികാരികൾ, അല്ലെ മറ്റുള്ളവർ കൈയേറിയത് കർത്താവിൻ്റെ നാമം നിമിത്തമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യമായി അവർ കർത്താവിനെ എന്ത് ചെയ്തു? ടെസ്റ്റിഫൈ ചെയ്തു. ഇത് നമ്മുടെ മനസ്സിലേക്കൊന്ന് വരണം. അവിടെ ഒരു പക്ഷേ അത് എഴുതിയിട്ടില്ല, ഇതെൻ്റെ ഒരു ചിന്തയുടെയാണ്. അപ്പോഴങ്ങനെയെങ്കിൽ സ്നാനം എന്നുള്ളത് ഇവിടെ പത്രോസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്താ? കഷ്ടതയുടെ ആ ഒരു പശ്ചാത്തലമാണല്ലോ ഇത്. അപ്പം അങ്ങനെയാണെങ്കിൽ സ്നാനമെന്നുള്ളത് ഇവർ ദൈവമക്കളാണ് എന്നുള്ള പബ്ലിക് ടെസ്റ്റിമോണിയാ അല്ലേ? ആ പരസ്യമാകുന്ന പ്രഖ്യാപനമാണ്. ആ പരസ്യമാകുന്ന പ്രഖ്യാപനം നടത്താനുള്ള ഒരു എൻകറേജ്മെന്റ് കൂടെ ആയി ഒരു പക്ഷേ അതിനെ കാണുന്നതിൽ തെറ്റില്ല. മനസ്സിലാകുന്നുണ്ടോ? അത് ഇന്നത്തെ സാഹചര്യത്തിൽ പറഞ്ഞാൽ പെട്ടെന്ന് പിടികിട്ടത്തില്ല. എന്നാൽ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, സ്നാനമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
അതൊരു വലിയ സംഭവമായിരുന്നു. ഇന്നാണ് ഞങ്ങളുടെ അവിടെ നല്ല ഒന്നാം തരം ബാപ്റ്റിസ്ട്രി ഉണ്ട്, നല്ല ടൈലൊക്കെ ഇട്ട് സ്നാനപ്പെടണോ പിന്നെ ഒരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങളുടെ ഹോളിലെ കാര്യം ഞാൻ പറയുന്നത്, ഒരു ബുദ്ധിമുട്ടുമില്ല, സ്നാനപ്പെടാവുന്ന ഒരു ബുദ്ധിമുട്ടുമില്ല. എത്ര വേണേൽ സ്നാനപ്പെടാം, അതിനും തയ്യാറാണ് ആൾക്കാർ. കാരണം അതൊരു വിഷയമേ അല്ല, ദാറ്റ് ഈസ് നോട്ട് ആൻ ഇഷ്യൂ. കാരണം നല്ല ഡീസൻ്റായിട്ടുള്ള സ്നാനക്കുളമുണ്ട്, നല്ല ബാത്റൂംസ് ഉണ്ട്, എല്ലാം നല്ല നല്ല വെൽ അറേഞ്ച്ഡ്. അതൊന്നും തെറ്റില്ല, അങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഓർക്കുന്നത് അങ്ങനല്ലായിരുന്നു. ഈ സ്നാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളവിടെ 2 സ്ഥലത്താണ് സ്നാനം നടത്തിക്കൊണ്ടിരുന്നത്. ഒന്ന് അവിടെ ഉള്ളൂച്ചിറ എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അതൊരു ഒരു പാടവും കുറേ ഈ ചാലെന്ന് പറഞ്ഞാൽ അറിയാമോ, അങ്ങനെയൊക്കെ ഉള്ളതാകുന്ന ഒരു സ്ഥലമാണ് അവിടെ ആയിരുന്നു. അപ്പോൾ അവിടെ സ്നാനത്തിന് ഞങ്ങൾ പോകുന്നത് ഓർക്കുന്നുണ്ട്. അങ്ങോട്ട് ഈ തമ്പാറൊക്കെ അടിച്ച് ജയം ജയം ഹല്ലേലൂയ ഒക്കെ പാടി പോകുമ്പോൾ തന്നെ അപ്പുറത്ത് പാട്ടയും കൊട്ടി ഈ വഴിനീളെ അവിടെയൊക്കെ ഉള്ളവർ പരിഹസിക്കാൻ തുടങ്ങും. പിന്നെ സ്നാനപ്പെടാനായിട്ട് അവിടെ സ്നാനാർത്ഥികൾ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഈ പിള്ളേരൊക്കെ, ഈ കുസൃതിയുള്ള പിള്ളേരല്ല, ഒരുവിധം പ്രായമുള്ളവർ വന്ന് അതിന് ഒരു ഇതുപോലെ കെട്ടിയിട്ടുണ്ട്. അവിടുന്ന് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എടുത്ത് ചാടി ആകെപ്പാടെ അലങ്കോലം ഉണ്ടാക്കി. അപ്പോഴീ അവിടെ നിന്ന് നാട്ടുകാരിത് കണ്ടുകൊണ്ടിരിക്കുക. ഒരു പരിഹാസരൂപേണയാണ് ഇവരിത് കാണുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇന്നുള്ളതുപോലെ നമുക്ക് ഈ അക്സെപ്റ്റൻസ് ഒന്നും ഇല്ലാത്ത കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്നാണ് രമേശ് ചെന്നിത്തലയൊക്കെ നമുക്ക് വന്ന് നിൽക്കും സ്നാനത്തിന് സാക്ഷ്യം വഹിപ്പാനെ. എന്നാൽ അന്ന് കാലത്ത് എങ്ങനൊന്നും അല്ലായിരുന്നു. ഇന്ന് കാലത്ത് ഉമ്മൻചാണ്ടിയോ ആരും ആയിക്കട്ടെ, അത് പഴയ സർക്കാരാണല്ലോ. എന്നാൽ ആ കാലഘട്ടത്തിൽ അങ്ങനെ അല്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ സ്നാനം ഒരു പബ്ലിക് ടെസ്റ്റിമണി ആയിരുന്നു, ഒരു പരസ്യമാകുന്ന സാക്ഷ്യമായിരുന്നു. നിങ്ങൾക്കൊന്നും ഇത് മനസ്സിലാകത്തില്ല, കാരണം നിങ്ങളൊക്കെ ഇവിടുത്തെ ഇതിനകത്ത് മുങ്ങിയിട്ടുള്ളൂ. അയ്യോ, അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. ഈ തമ്പാറൊക്കെ അടിച്ച് വഴി കൂടെ ജയം ജയം ഹല്ലേലൂയ എന്നൊക്കെ പാടി പോകുന്ന ആ പോക്ക്. ഞാനും സ്നാനപ്പെട്ടത് പബ്ലിക്കായിട്ട്. എനിക്ക് തോന്നുന്നു ആരെങ്കിലും കാണുമായിരിക്കും. ബോംബെയിൽ ഒരു വലിയ തടാകമുണ്ട്, പവായി ലേക്ക് എന്ന് പറയുന്നത്. അവിടെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം പബ്ലിക്കായിട്ട് എനിക്ക് താല്പര്യം നാട്ടിൽ പോയി, എങ്കിലും ആ സാഹചര്യത്തിൽ അങ്ങനെയായിരുന്നു. ആകട്ടെ, ഞാനത് ആ വിഷയത്തിൽ. അപ്പോൾ ഇതാണ് സാഹചര്യം. ഇത് മനസ്സിലാകാൻ വേണ്ടി ഒരു കൊച്ചു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സ്ഥലങ്ങളിൽ ഈ നമ്മൾക്ക് ഏത് വിശ്വാസം വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെ ഭരണഘടന അനുവാദം തരുന്ന ആ സാഹചര്യത്തിൽ പോലും അതൊരു ഒരു ഒരു പ്രയാസമുള്ള അനുഭവങ്ങളായിരുന്നു പല സന്ദർഭങ്ങളിൽ. താലി പറിച്ചു മുങ്ങിയാൽ വാക്കത്തി കൊണ്ട് വെട്ടാൻ വേണ്ടി വാക്കത്തിയും കൊണ്ട് ആറിൻ്റെ കരയിൽ നിന്ന സംഭവങ്ങളൊക്കെ കർത്താവിൻ്റെ ദാസന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. താലി പറിച്ചാൽ അവളെ വെട്ടും, അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഇല്ലേ? എത്രയോ സന്ദർഭങ്ങളുണ്ട്. ഇന്ന് ഒരു പക്ഷേ മനസ്സിലാകാൻ പറ്റുകയില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ സ്നാനം എന്ന ആ പബ്ലിക് ടെസ്റ്റിമോണിയെ പത്രോസ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഏത് സാഹചര്യത്തിലാണെന്നുള്ളത് മറന്നു പോകരുത്. ആ കഷ്ടതയുടെ സാഹചര്യം, ആ സാഹചര്യത്തിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരോട് പറയുക, ഇത് ഒരു കൊച്ചു കാര്യമൊന്നുമല്ല. നിങ്ങൾ ടെസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യരുത്, ബുദ്ധിമുട്ടണ്ട. ഇന്നാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ സമപ്രായക്കാരും എൻ്റെ അല്പം കൂടെ മുതിർന്നവരും ഒക്കെ മർത്തോമ സഭയിലൊക്കെ ഒരു കാലത്ത് ഒരു റിവൈവൽ യൂത്ത് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അവർ മർത്തോമ സഭകളിൽ വന്ന്, ചർച്ചുകളിൽ, പാരീഷുകളിൽ വന്ന്, ഞങ്ങളുടെ അടുത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു MTLP സ്കൂളുണ്ട്, അവിടെയെല്ലാം വന്ന് 3 ദിവസത്തെ മീറ്റിംഗ് എടുത്തു. അതൊരു നല്ല കാര്യമായിരുന്നു. അതിൽ കൂടെ ഒത്തിരി പേര് കർത്താവിനെ അറിഞ്ഞു. ഒത്തിരി പേര് എൻ്റെ സമകാലീനരായിട്ടും എന്നേക്കാൾ അല്പം പ്രായമുള്ള മർത്തോമ
സഭ ഇന്നും അവർ ദൈവമക്കളായിട്ട് തന്നെ തുടരുന്നു. ചിലരൊക്കെ വേർപെട്ട് മറ്റ് പെന്തക്കോസ്ത് വിഭാഗങ്ങളിൽ വന്നിട്ടുണ്ട്. അല്ലാതെ ദൈവമക്കളായിട്ട് തന്നെ തുടരുന്നു. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഈ സ്നാനത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ടായി. വിശ്വാസ സ്നാനമെന്നുള്ളത്, ആ പബ്ലിക് ടെസ്റ്റിമണി എന്നുള്ളത് ആവശ്യമാണെന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായി. അപ്പം അതിനെതിരെ പള്ളിയിൽ നിന്നൊക്കെ ഒത്തിരി ഈ ത്രട്ടുണ്ടായി. നിൻ്റെ കല്യാണം നടത്തി തരികയില്ലെന്നും. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഇന്ന് സുഹൃത്തല്ല, എൻ്റെ ജ്യേഷ്ഠൻ്റെ പ്രായമുള്ള, പക്ഷേ ഞങ്ങൾ ആത്മീകരാകുന്ന സ്നേഹിതരാണ്. അദ്ദേഹം അദ്ദേഹം മസ്കറ്റിൽ OPAയുടെ അണ്ടറിലുള്ള ഒരു കുടിവരവിലെ പാസ്റ്ററാണ്, ഇവിടെ തൊട്ടടുത്തുള്ള. അപ്പോൾ ആ സഹോദരനോട് പറഞ്ഞു, നീ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നിനക്ക് കല്യാണം നടത്തി തരികയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനെന്തിനാ ഇന്നേ അതൊക്കെ ഭാരപ്പെടുന്നേ, അത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞല്ലേ, അതന്നേരം നടക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ ആ പരസ്യമായിട്ട് ഞങ്ങളുടെ അടുത്തുള്ള കടവിൽ തന്നെ സ്നാനപ്പെട്ടു. എന്നാൽ ചിലരെന്ത് ചെയ്തെന്നറിയാമോ? നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടല്ലോ ഈ ബോർഡ് വെച്ചിട്ടില്ലെന്നേ ഉള്ളൂ, സ്നാനം നടത്തി കൊടുക്കപ്പെടുന്ന ചില സ്ഥലങ്ങളുണ്ടല്ലോ. ഈ പറഞ്ഞ് മനസ്സിലായല്ലോ, ബോർഡ് വെച്ചിട്ടില്ലെന്നേ ഉള്ളൂ, സ്നാനം നടത്തി കൊടുക്കപ്പെടും. അങ്ങനെയുള്ള ചില സ്ഥലങ്ങളുണ്ട്. അവിടെ പോയിട്ട് മുങ്ങിയേച്ചു വന്നു, ഇവരെല്ലാം മുങ്ങിയേച്ചു വന്നു. അപ്പോൾ ഒരിക്കൽ എന്നോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ സ്നാനപ്പെട്ട് കേട്ടോ. ഞാൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ലല്ലോ. അത് ഇന്നടുത്ത് പോയാ, എവിടാണെന്നും ഞാൻ പറയുന്നില്ല, ഇന്നടുത്ത് പോയാ, കാരണം അവിടെ നടത്തി കൊടുക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടായോ? കാരണം ഇതൊരു പബ്ലിക് ടെസ്റ്റിമണിയാണ്, ആരും അറിഞ്ഞില്ല. പള്ളിയിലെ മെമ്പർഷിപ്പിലും പോയില്ല, മാരാമൺ മർത്തോമ ഇടവകയിലെ മെമ്പർഷിപ്പും പോയില്ല. അതുകൊണ്ട് ഇനി ദൈവം അറിഞ്ഞോ എന്നാ എൻ്റെ സംശയം. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ പറഞ്ഞത് ഈ വിഷയം ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞേ. അപ്പം ഇവരോട് പറയുകയാണ്, സ്നാനമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ അത് വലിയ കാര്യമാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ്, കാരണം നിങ്ങൾ പബ്ലിക്കായിട്ട് ടെസ്റ്റിമണി ചെയ്യുക, ചിലപ്പോൾ നിങ്ങൾക്ക് ഉപദ്രവം സഹിക്കേണ്ടതായിട്ട് വരും. പക്ഷേ എന്ത് ചെയ്യരുത്, മടിക്കണ്ട. നിങ്ങൾ ആ കാര്യം ഇവരോട് പറയുകയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? കാരണം ആ സഫറിങ്ങിൻ്റെ പശ്ചാത്തലമാണിത്. അതിനോടുള്ള റെസ്പോൺസ് ആണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരോട് പറയുക, അതുകൊണ്ട് പറയുക, നോഹയെക്കുറിച്ച് പറഞ്ഞു പറയാം. അപ്പോൾ അല്പജനമേ ഉള്ളായിരുന്നു, കുറച്ച് പേരേ ഉള്ളായിരുന്നു. ഒരു വലിയ മജോറിറ്റി ഉള്ളപ്പം അല്പജനം എന്ന് പറഞ്ഞാൽ 8 പേര്. അവരെന്ത് ചെയ്തു? ഈ പെട്ടകത്തിൽ കൂടെ അവരെന്ത് ചെയ്തു? രക്ഷ പ്രാപിച്ചു. വെള്ളത്തിൽ കൂടെ അവർ രക്ഷ പ്രാപിച്ചു. എന്നിട്ട് പറയുക, അത് സ്നാനത്തിന് ഒരു മുൻകുറിയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്നാനജലത്തെ കമ്പയർ ചെയ്തേക്കുന്നത് നോഹയുടെ കാലത്തുണ്ടായ ദൈവ ക്രോധത്തിൻ്റെ ഫലമായുണ്ടായ ആ പ്രളയ ജലത്തിന് സമാനമാക്കിയേക്കുക. മനസ്സിലാകുന്നുണ്ടോ? ആ പ്രളയ ജലത്തിന് കറസ്പോണ്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അതിന് സൂചനയാണ് സ്നാനം. അവരന്ന് 8 പേര് അതിൽ കൂടെ രക്ഷ പ്രാപിച്ചില്ലേ? അതുപോലെയാണ് നിങ്ങളുടെ സ്നാനമെന്ന് പറയുക. ഞാനിത് എല്ലാം വിശദീകരിക്കാൻ എനിക്ക് നേരമില്ല, പക്ഷെ ഞാൻ ഇത്രയും പറഞ്ഞത് ഈ വിഷയം ഒന്ന് മനസ്സിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പം സ്നാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രളയജലത്തിൽ റൈറ്റ്ഫുള്ളി അവരനുഭവിക്കേണ്ടത് അവരെന്ത് ചെയ്തു? അനുഭവിച്ചു. നശിച്ചു പോയവരെല്ലാം എന്ത് ചെയ്തു?
അവർ ദൈവക്രോധത്തിൻ്റെ കീഴിലായി. അവർ നഷ്ടപ്പെട്ടു പോയി, അവർ നശിച്ചുപോയി. എന്നാൽ സ്നാനത്തിന് മുൻകുറിയാണ് അതെന്ന് പറയുമ്പോൾ ഇവരെ എൻകറേജ് ചെയ്തുകൊണ്ട് വരികയാണ്. അതുപോലെയാണ് നാം സ്നാനജലത്തിലേക്ക് ഇറങ്ങുമ്പോഴെന്ന് ഓർത്തുകൊള്ളുക. എന്ത്? ദൈവക്രോധത്തിൻ്റെ ആ പ്രളയത്തിലേക്ക് ഞാൻ എന്ത് ചെയ്യുക? പോകുക. ഐ ഡിസർവ് ഇറ്റ്. പക്ഷെങ്കിൽ ദൈവം എന്നോട് കൃപ തോന്നിയിട്ട് ആ പ്രളയജലത്തിൽ നിന്നും എന്നെ എന്ത് ചെയ്തു? രക്ഷിച്ചു. അതിൻ്റെ ഒരു സിംബോളിസമാണ് ഞാൻ വെള്ളത്തിൽ മുങ്ങി പൊങ്ങുമ്പോൾ സംഭവിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പ്രതീകാത്മകമായി ആ വലിയ ക്രോധ പ്രളയത്തിൽ അവർ മുങ്ങിയപ്പോൾ അവർ നശിച്ചു പോയെങ്കിൽ ഞാനും മുങ്ങി. പക്ഷേ ദൈവം എന്ത് ചെയ്തു? ക്രിസ്തുവിൽ കൂടെ എന്നെ രക്ഷിച്ചു. മനസ്സിലാകുന്നുണ്ടോ? ആ സ്നാനത്തിൻ്റെ ആ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുക. ആ സിംബോളിസം, ആ പ്രതീകാത്മകമാകുന്ന വിഷയത്തെയാണ് ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. അത് സ്നാനത്തിന് ഒരു മുൻകുറിയാണ്. അവരെ എങ്ങനെ ഒരു ചെറിയ മൈനോറിറ്റിയെ ദൈവം രക്ഷിച്ചതുപോലെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് ക്രിസ്തുവിൽ കൂടെ നാമും രക്ഷപ്പെട്ടു എന്നതിൻ്റെ പ്രതീകാത്മകമാകുന്ന, സിംബോളിക്കായിട്ടുള്ള, പരസ്യമാകുന്ന ആ പ്രഖ്യാപനമാണ് സ്നാനം. അതുകൊണ്ട് അതിൽ കൂടെ കടന്നു പോകുവാൻ, ദൈവത്തെ അനുസരിപ്പാൻ മനസ്സുള്ള ആരും എന്ത് ചെയ്യരുത്? മടിക്കരുത്. സ്നാനമെന്നുള്ള ആ ശുശ്രൂഷയെക്കുറിച്ചുള്ള ഉപദേശമാണിത്. അതിന് പല വിശദീകരണം തരേണ്ടതായിട്ടുണ്ട്. ആ വിഷയത്തിലേക്ക് നമ്മൾ പോകുകയാണ്. ഇപ്പം സ്നാനമെന്നുള്ളത് സിംപിളൈസ് ചെയ്യുന്നത് നമ്മൾ മരിച്ചു എന്നുള്ളത് മാത്രമല്ല, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. ദൈവ ക്രോധത്തിൽ നമ്മൾ എന്തായി തീർന്നു? അകപ്പെട്ടു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടെ ഞാൻ എന്ത് ചെയ്തു? മരിച്ചു. ഇൻ യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിനോടുള്ള യൂണിയനാണ് വിഷയം. ആ യൂണിയനിൽ ക്രിസ്തുവിനോടൊപ്പം ഞാൻ എന്ത് ചെയ്തു? പാപസംബന്ധമായിട്ട് കർത്താവ് ഒരിക്കലായിട്ട് മരിച്ചപ്പോൾ ആ ക്രിസ്തുവിനോടുള്ള ഏകീകരണത്തിൽ ഞാനും എന്ത് ചെയ്തു? ക്രിസ്തുവിനോടൊപ്പം മരിച്ചു. അതുകൊണ്ടല്ലേ കൊരിന്ത്യ ലേഖനത്തിലെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. അപ്പോൾ ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. ക്രിസ്തു ഒരിക്കൽ എല്ലാവർക്കും വേണ്ടി മരിച്ചു. പക്ഷെ ആ ക്രിസ്തുവിനോട് യുണൈറ്റ് ചെയ്യപ്പെടുമ്പോൾ, ഇൻ യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്, ഏകീകരിക്കപ്പെടുമ്പോൾ ദൈവം നോക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ക്രൂശിൽ ആരും കൂടെ ഉണ്ടായിരുന്നു? നോക്കുക, നമ്മുടെ പേരൂടെ അവിടെ എഴുതണം. ജോൺ ഉണ്ടായിരുന്നു, അല്ലെ ജിബോയ് ഉണ്ടായിരുന്നു, അല്ലെ സജി ഉണ്ടായിരുന്നു, അല്ലെ ബേബി ജോൺ ഉണ്ടായിരുന്നു. നോക്കിക്കേ, ദൈവം നോക്കുമ്പോൾ ഞാനും നിങ്ങളുമെല്ലാം എവിടെ ഉണ്ടായിരുന്നു? ക്രിസ്തുവിൻ്റെ ക്രൂശിലുണ്ടായിരുന്നു. ക്രിസ്തുവിനോടുള്ള ഏകീകരണത്തിലൂടെയാണ് ഒരുവൻ രക്ഷ പ്രാപിക്കുന്നത്. അതവിടെ വളരെ വ്യക്തമാണ്. കാരണം ഇത് ഞാൻ ബേസ് ചെയ്യുന്ന ഒരു അടിസ്ഥാനമിട്ട് മുൻപോട്ട് വരിക. കാരണം ഒരു പ്രധാനപ്പെട്ട ഒരു ആശയക്കുഴപ്പം ഒന്ന് തിരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പം ക്രിസ്തുവിനോടുള്ള യൂണിയൻ, ഇവിടെ ആ കാര്യമാണ് പറയുന്നത്. അത് സിംബളൈസ് ചെയ്യുകയാണ് ബാപ്റ്റിസം. മാത്രമല്ല, ദൈവക്രോധത്തിൻ്റെ ആ പ്രളയ ജലത്തിലൂടെ അവർ രക്ഷപ്പെട്ടു. അതുപോലെയാണ് സ്നാനം എന്നിവരോട് പറയുക. എന്നിട്ട് പറയുകയാണ്, നോഹ പെട്ടകത്തിലോട്ട് കയറിയതുപോലെ നമുക്കും രക്ഷ പ്രാപിക്കാൻ, ദൈവകോപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ, ഇതിലൂടെ രക്ഷ പ്രാപിക്കാൻ. അത് ഇല്ലാതെയല്ല, ക്രിസ്തുവിനോട് കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ക്രിസ്തു മരിച്ചാൽ ഞാനും മരിച്ചു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റെങ്കിൽ ഞാനും ഉയർത്തെഴുന്നേറ്റു.
അതുപോലെ അവർ വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചതുപോലെ ക്രിസ്തുവിനൊപ്പം ഞാനും എന്ത് ചെയ്യുക? നോഹ രക്ഷപ്പെട്ടതുപോലെ ക്രിസ്തുവിനോടുള്ള യൂണിയനിൽ ഞാനും രക്ഷപ്പെടുന്നു. അതിനെ കുറിക്കുന്നതാണ് സ്നാനം. എന്നിട്ട് ഇവിടെ ഒരു ചിന്ത അവിടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ ഇങ്ങനെയാണ്, അത് സ്നാനത്തിനൊരു മുൻകുറി. എന്നിട്ട് പറയാം, സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. വളരെ സിംബോളിക്, അതേസമയം ഡൈനമിക് ലാംഗ്വേജാണ് ഉപയോഗിച്ചേക്കുന്നത്. വെൽ ബാലൻസ്ഡ് ആണ് ആ കാര്യം. ഒന്ന്, സ്നാനത്തിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച് പറയുന്നു. അതേസമയം തന്നെ സ്നാനം എന്ന കർമ്മത്തെയല്ല അവിടെ ഉയർത്തി കാണിക്കുന്നത്. ഇത് രണ്ടും ബാലൻസ് ചെയ്തേക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആ കാര്യം. സ്നാനത്തിൻ്റെ പ്രാധാന്യതയെക്കുറിച്ചും അത് കുറിക്കുന്ന യഥാർത്ഥമാകുന്ന കാര്യത്തെക്കുറിച്ചും പറഞ്ഞേച്ച് അത് പ്രാധാന്യമാണെന്ന് ഉള്ള ആ ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ട് തന്നെ അത് പ്രാധാന്യമാണ്, അതുകൊണ്ടല്ലേ അവരോട് പറയുന്നേ ആ പബ്ലിക് ടെസ്റ്റിമണി. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് രക്ഷപ്പെട്ടെന്നുള്ള ഒരു ചിന്ത. നോ, അങ്ങനല്ല. ആ കാര്യം എന്താണെന്ന്, അതായത് ഇവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാനുള്ള സാധ്യത, ബാപ്റ്റിസം നൗ സേവ്സ് യു, നമ്മെ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞേക്കുന്നു. ഭയങ്കര ഡൈനമിക് ലാംഗ്വേജാണ് ഉപയോഗിച്ചേക്കുന്നത്, സംശയമൊന്നുമില്ല. റോമാലേഖനം 6 അതേ നിലയിലാണ് പറഞ്ഞേക്കുന്നത്. ഒരുപക്ഷെ സംശയ നിവാരണത്തിനായിട്ട് ആ വേദഭാഗങ്ങളൊക്കെ പിന്നീട് സമയം കിട്ടിയാൽ നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഇവിടെ ഒന്ന് മനസ്സിലാക്കുക, ഇത് സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഔട്ട്വേർഡ് ആൻഡ് ഫിസിക്കൽ ആക്ട് വിച്ച് വാഷസ് ഡർട്ട് ഫ്രം ദ ബോഡി. ദാറ്റ് ഈസ് നോട്ട് ദ പാർട്ട് വിച്ച് സേവ്സ് യു. അത് വളരെ വ്യക്തമാണ്. അതായത് ഫിസിക്കലി ജഡത്തിൻ്റെ അഴുക്ക് കളയുന്ന ആ പ്രോസസ് അല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, അതല്ല നമ്മളെ രക്ഷിക്കുന്നത്. സ്നാനം എന്ന് പറഞ്ഞേച്ച് അത് രക്ഷിക്കുന്നു എന്ന് താഴോട്ട് ചേർത്ത് പറയുമ്പോൾ ഇവിടെ പറയുക അതല്ല. പിന്നെ ദൈവത്തോട് നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അതായത് ഈ ആക്ട് എന്ന് പറയുന്നത് സത്യത്തിൽ ദൈവത്തോട് ഉള്ള നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയാണ്. ഈ നല്ല മനസാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്വേർഡ്ലി ഉള്ളതാകുന്ന ഒരു കർമ്മമല്ല നമ്മെ രക്ഷിക്കുന്നത്. പിന്നെയോ ആന്തരികമായി നടന്ന ഒരു ആത്മീക പരിവർത്തനമാണ് രക്ഷയുടെ അടിസ്ഥാനം. അതാ പത്രോസ് അവിടെ പറയുന്നത്. പുറമേയുള്ള ഒരു കർമ്മമല്ല, പിന്നെയോ ആന്തരികമാകുന്ന ഒരു പരിവർത്തനം സംഭവിച്ചു. എന്താണ് ആന്തരിക പരിവർത്തനം? ഇനി ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മൾ ഈ വീണ്ടും ജനിക്കുക, സ്നാനപ്പെടുക എന്നൊക്കെ പറയുന്നത് 2 കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ജനിച്ചു, പിന്നെ കുറേ നാൾ കഴിഞ്ഞ് സ്നാനപ്പെടുക. ഓക്കെ, പക്ഷേ സത്യത്തിൽ വേദപുസ്തകത്തിൻ്റെ കാണുന്ന ആ പാറ്റേൺ അതല്ലായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. വേദപുസ്തകത്തിലെ പാറ്റേൺ എന്താണെന്നറിയാമോ? ഈ വീണ്ടും ജനനവും സ്നാനവും ഒരുപോലെ പോകുന്ന കാര്യമായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോസ്തല പ്രവൃത്തി വായിച്ച് നോക്കിയാലേ വീണ്ടും ജനിക്കുന്ന
അതേ സമയം തന്നെ അവരെന്ത് ചെയ്യുക? സ്നാനപ്പെടുക. പിന്നെ ചില വാക്യങ്ങളുണ്ട്, ഞാൻ അത് പറ്റുമെങ്കിൽ നമുക്ക് പിന്നീട് ചിന്തിക്കാം. ചില സംശയ നിവാരണം ആവശ്യമാണ്. ആ വാക്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം എടുത്തേ. 2-ാം അധ്യായത്തിൽ നമുക്കറിയാം, എടുക്കേണ്ട കാര്യമില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. ഞങ്ങൾ എന്നോ ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ 38-ാമത്തെ വാക്യം, ആ ഇവാഞ്ചലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ സുവിശേഷീകരണത്തോട് ബന്ധപ്പെടുത്തി ആ സ്നാനത്തെ പറഞ്ഞേക്കുന്നത്. അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? 2:38 വായിച്ചേ. ആ വാക്യത്തിന് അല്പം വിശദീകരണം ആവശ്യമാണ്. പക്ഷെ ഇന്ന് ഞാനത് അതിന് സമയം എടുക്കുന്നില്ല. വായിച്ചു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്നിട്ട് നോക്കാം. അപ്പോൾ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി എന്നാ പറഞ്ഞേക്കുന്നത്, പാപങ്ങളുടെ മോചനം. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഒരു കർമ്മവും നമ്മളിപ്പം ഒരു കർമ്മമാണ് നമ്മളെ രക്ഷിക്കുന്നതെങ്കിൽ, അങ്ങനെ ഒരു സംശയം നമ്മുടെ മനസ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ വേദപുസ്തകത്തിൻ്റെ ടോട്ടൽ ടീച്ചിങ് എന്താണെന്നാണ് നോക്കേണ്ടത്. രക്ഷയെക്കുറിച്ചുള്ള വേദപുസ്തകത്തിൻ്റെ ടോട്ടൽ ടീച്ചിങ് എന്താ? അത് നമ്മൾ ഉദാഹരണത്തിന് എഫേസ്യർ 2:8-9 ഒന്ന് വായിച്ചേ, എടുക്കാമെങ്കിൽ. എഫേസ്യർ 2:8-9 നോക്കാം. എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? കൃപയാലല്ലോ, നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ശ്രദ്ധിക്കണം, അതിന് നിങ്ങൾ കാരണമേ അല്ല, ദൈവത്തിൻ്റെ ദാനമാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞേക്കുക. എന്നിട്ട് അടുത്തത്, ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവർത്തികളും കാരണമല്ല. ഒരു പ്രവൃത്തി, മനുഷ്യൻ്റെ ഒരു പ്രവൃത്തിയും മനുഷ്യന് രക്ഷ സാധിപ്പിച്ചു കൊടുക്കുന്നില്ലെന്നുള്ളത് അടിസ്ഥാനപരമാണ്, ബേസിക്കായിട്ടുള്ള കാര്യമാണ്. എന്നാൽ സ്നാനമെന്നുള്ളത് ഇതൊരുമിച്ച് പൊയ്ക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ആ ഇവാഞ്ചലിസത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ പാപമോചനത്തിനായി സ്നാനപ്പെടുക എന്ന് അവർ പറഞ്ഞ കാര്യം. ഇനിയും എങ്കിലും ഈ വേദഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ദൈവത്തോടുള്ള നല്ല മനസ്സ്. എൻ്റെ സമയം തീരുകയാണ്, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുക, ഞാൻ എങ്ങും എത്തിയിട്ടില്ല. ദൈവത്തോട് നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായി, ഈ നല്ല മനസാക്ഷിക്കുള്ള അപേക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ വീണ്ടും ജനനവും സ്നാനവും ഒന്നിച്ച്. അതുപോലെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോസ്തലപ്രവൃത്തി 16 കാരാഗ്രഹ പ്രമാണിയുടെ ആ കാര്യം, അവരെല്ലാം അതുപോലെ കൊരിന്തിൽ അനേകർ വചനം കേട്ടു, വിശ്വസിച്ചു, സ്നാനമേറ്റു. വചനം കേട്ടു, വിശ്വസിച്ചു, സ്നാനമേറ്റു. 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാരാഗ്രഹ പ്രമാണി അവനും കുടുംബവും അന്ന് രാത്രി തന്നെ എന്ത് ചെയ്തു? ഞാൻ രക്ഷിക്കപ്പെടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞു. ഒറ്റ കണ്ടീഷനേ പറഞ്ഞുള്ളൂ. പക്ഷെ അവരെന്ത് ചെയ്തു? അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവനും അവൻ്റെ കുടുംബം. നോക്കുക, ഈ രക്ഷയും സ്നാനവും ഒന്നിച്ചു പോകുന്ന ഒരു കാര്യമാണ്. രണ്ടല്ല, ഒന്നിച്ചു പോകുന്ന കാര്യമാണ്. പക്ഷെങ്കിൽ അതേസമയം മനുഷ്യൻ്റെ ഒരു കർമ്മം എന്ത് ചെയ്യുന്നില്ല നമ്മളെ. ഇവിടെ നമ്മൾ വായിക്കുന്നേ ആ നല്ല മനസാക്ഷിക്ക്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ നല്ല മനസാക്ഷി കിട്ടുന്നത് എപ്പോഴാണ്? എബ്രായർ 9:14 നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അപ്പം മനസാക്ഷി, ഒരു നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷ എന്നുള്ളതാണ് എ റിക്വസ്റ്റ് ഫോർ forgiveness of sins and a new heart, ഒരു പുതിയ ഹൃദയം. അപ്പോൾ ശരിയായിട്ടുള്ള സ്നാനം എന്തെന്നറിയാമോ? ശരിയായിട്ടുള്ള സ്നാനമെന്നുള്ളത് ഇത് ഉള്ളിൽ സംഭവിച്ചതിൻ്റെ പരസ്യമാകുന്ന ഒരു പ്രഖ്യാപനമാണ്. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. സ്നാനത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ എൻ്റെ വാക്കുകളെ
ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സ്നാനമെന്നൊക്കെ പറയുമ്പോൾ അതൊരു ഒരു 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 ചെറിയൊരു ലാഘവത്തോടെ കാണുന്നത് നിർത്തണം. ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. ആ കർമ്മം അതിൽ തന്നെയല്ല, അതിൻ്റെ ആന്തരികമാകുന്ന ആ അർത്ഥത്തോടും ഉള്ളിൽ നടന്നതാകുന്ന പരിവർത്തനത്തോടുമുള്ള ബന്ധത്തിൽ. എന്നിട്ട് പറയാ, ജഡത്തിൻ്റെ ഔട്ട്വേർഡിലി ഒന്നും സംഭവിക്കുകയല്ല, ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, പിന്നെയോ ദൈവത്തോട് നല്ല മനസാക്ഷിക്കായിട്ടുള്ള ഒരു അപേക്ഷയായി യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ നിങ്ങളെയും രക്ഷിക്കുന്നു. അപ്പം എന്തിനാ അവിടെ സ്ട്രെസ് ചെയ്തേക്കുന്നത്? സ്നാനം ഇമ്പോർട്ടൻ്റ് ആണ്. അതേസമയം നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത് എന്തിനാലല്ല, നിങ്ങൾ ചെയ്യുന്ന ഒരു കർമ്മത്താലല്ല. വളരെ ഇമ്പോർട്ടൻ്റാണ്. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതിനാലല്ല നിങ്ങൾ രക്ഷപ്പെടുന്നത്. അതേസമയം യേശു ക്രിസ്തുവിൻ്റെ മരണത്താൽ, യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ അതാ രക്ഷിക്കുന്നത് നിങ്ങളെ. ആ രക്ഷ അനുഭവിക്കുന്ന ഒരുവൻ, ഉള്ളിൽ നല്ല മനസാക്ഷി വന്ന ഒരുവനോട് പിന്നെ തള്ളേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. മനസ്സിലായോ? സ്നാനപ്പെടുന്നില്ലയോ, ഒന്നും ചോദിക്കേണ്ട കാര്യമില്ലെന്നേ. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ ഞാൻ പണ്ട് സ്നാനപ്പെട്ടതാണെന്നും എൻ്റെ ചെറുപ്പത്തിൽ, ഇതൊന്നും അവിടെ വിഷയമേ വരുന്നില്ല. ഇതൊന്നും അവിടെ വിഷയമല്ല. നല്ല മനസാക്ഷിക്കായിട്ടുള്ള, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ കുറേ ചെറുപ്പക്കാരുടെ കാര്യം, അവർക്ക് എങ്ങനെയാ തോന്നി? വീണ്ടും ചെയ്ത്, പിന്നെ ആരും അറിയാതെ പോയി സ്നാനപ്പെട്ടു, അത് വേറെ വിഷയം. പക്ഷേ ഉള്ളിൽ തോന്നിയല്ലോ, എന്ത് സ്നാനപ്പെടണമെന്ന് എങ്ങനെ തോന്നി? അവിടെ പള്ളി പ്രസംഗം കേട്ടിട്ട് വന്നോ? അല്ല, വീണ്ടും ജനിച്ചപ്പം നല്ല മനസാക്ഷി വന്നു കഴിഞ്ഞപ്പം ശരിയായിട്ട് മനസ്സിലായി, തെളിഞ്ഞു, കണ്ണു തെളിഞ്ഞു. മനസ്സിലാകുന്നു. പിന്നെ ഇന്നത്തെ കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് പിന്നെ അവരുടെ മനസാക്ഷിയൊക്കെ ഒന്ന് സുഖപ്പെടുത്തി കൊടുക്കുന്ന ഒത്തിരി പരിപാടികളുണ്ട്. ഞങ്ങളുടെ അടുത്ത് അന്നേ ഒരു, ഞാൻ മുമ്പേ പറഞ്ഞ മാർത്തോമ ഇടവേളയുടെ അടുത്ത്, പിന്നെ അതിൻ്റെ കുറച്ചിപ്പുറത്ത് ഈ വലിയ വിരുന്ന് സദ്യ നടത്തുന്നൊരു ഇടമുണ്ട്. വിരുന്ന് സദ്യ അവിടെ മീറ്റിംഗ് നടക്കുന്ന എപ്പോഴെന്നറിയാം, ഈ പള്ളി വിരിയുമ്പോഴാണ്. പള്ളികളെല്ലാം വിരിഞ്ഞ് വരുമ്പോൾ ഭയങ്കര വിരുന്നാണ് അവിടെ. അവിടുത്തെ വിരുന്നിൻ്റെ കാര്യമൊന്നും പറയണ്ട. ആ വിരുന്നിലൊക്കെ നമ്മുടെ ചില ബിരുദന്മാരും ഒക്കെ പോകാറുണ്ട്. ഇടയ്ക്ക് നാട്ടിലൊക്കെ പോകാറുണ്ട്, എനിക്കറിയുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ ഈ പരിപാടിയൊക്കെ നിർത്ത്. നല്ല മനസാക്ഷിക്കായിട്ടുള്ള ഒരു അപേക്ഷയാണിത്. ഉള്ളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ തള്ളേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇതാ പത്രോസ് ഈ വിശുദ്ധന്മാരോട് പറയുന്നത്. ഇതാ പറയുന്നേ, ഡോണ്ട് ബി ഷൈയിങ് അവേ ഫ്രം ദാറ്റ്, ഗോ അഹെഡ്. അതായത് പരസ്യമായിട്ട് നിങ്ങൾ കർത്താവിനെ സാക്ഷിക്കുക. ഇത് ഇമ്പോർട്ടൻ്റാ. പ്രളയജലത്തിൽ അവിടുന്ന് 8 പേര് രക്ഷ പ്രാപിച്ചില്ലേ, ഒരു മൈനോറിറ്റി, പ്രളയജലത്തിൽ കൂടെ. അതുപോലെ ഇപ്പോൾ ഇത് സ്നാനത്തിന് ഒരു മുൻകുറിയാ. നോക്കിയേ, അതിൻ്റെ അർത്ഥം എത്ര ക്ലിയറാ. നമുക്കതിനെക്കുറിച്ച് ദൈവം അനുവദിച്ചാൽ വരുന്ന ആഴ്ചയിൽ അല്പം കൂടെ ചില കാര്യങ്ങൾ സ്നാനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുക. വിശേഷിച്ച് റോമാലേഖനം 6-ാം അധ്യായമൊക്കെ നമുക്ക് അല്പമായി ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇത് സംഭവിച്ചത് കൊണ്ടാണോ സ്നാനപ്പെട്ടത്, അതോ ആരുടെയും പ്രേരണ കൊണ്ടാണ്? നമ്മൾ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. നല്ല മനസാക്ഷിക്കായിട്ടുള്ള ഒരു അപേക്ഷ നമ്മിലുണ്ടായോ? അതുണ്ടായോ? നമ്മൾ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാർ